ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ എപ്പോഴും ഞാൻ ഷോർട്സ് ആയിട്ട് പെട്ടെന്ന് കാണിച്ചു പോകാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാനൊരു റീൽ എടുക്കണം. അപ്പോൾ കരുതി അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടാലോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രോഡക്ട്സുകളൊക്കെ മുന്നേ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ള പ്രോഡക്ട്സുകൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി ഈ ലോങ് വീഡിയോ എടുത്ത് നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കമാൺ. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സിലാണ്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഡ്രസ്സ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഫുള്ള് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ലാസ്റ്റ് പണി കിട്ടും. ഓക്കെ, ചെറുതായിട്ടൊന്ന് ജലദോഷമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തുമ്മൽ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇടാം. ഇത് എപ്പിസോഫ്റ്റ് എസിയുടെ മോയ്സ്ചറൈസറാണ്. ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ന്യൂട്രിഡം, പോൺസ് അങ്ങനെ കുറേ മോയ്സ്ചറൈസർ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സൺസ്ക്രീനും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വീടിൻ്റെ അകത്ത് ഇരുന്ന് ഷൂട്ട് മാത്രം ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ഇത് മാത്രം ഇട്ടാലും മതി, സൺസ്ക്രീൻ ഇടണമെന്നില്ല. ഓക്കെ, ഐ ഫോർഗട്ട് ടു ടേക്ക് വൺ തിങ്. പ്രൈമർ എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന പ്രൈമർ ഇതാണ് കേട്ടോ, ലാക്മേടത്. അപ്പം ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ അങ്ങനെ എല്ലാ ഷൂട്ടിനൊന്നും എടുക്കാറില്ല കേട്ടോ, ഇടാറില്ല. ഈ പ്രൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഫൗണ്ടേഷൻ ഒരുപാട് യൂസ് ആക്കുന്ന ആളല്ല, എനിക്ക് അത്ര താല്പര്യമില്ല. ഓക്കെ, യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷത്തോളം ആയിട്ടോ. ഞാൻ ഇതല്ലാണ്ട് വേറൊരു പ്രൈമർ ഞാൻ യൂസ് ആക്കിയിട്ടില്ല, ലാക്മേടതല്ലാണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഷീ ഗ്ലാമിൻ്റെ ബ്ലഷാണ് ഞാൻ യൂസ് ആക്കുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റ്. എനിക്ക് പൗഡർ ബ്ലഷിൻ്റെ നിന്നും കൂടുതൽ ഈ ഒരു ടൈപ്പ് ഓഫ് ബ്ലഷാണ് ഇഷ്ടം, ക്രീമി ആയിട്ടിരിക്കുന്ന. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നവരുടെ വിശേഷം എന്താണ്? സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ബ്ലഷ് കാണാൻ പറ്റുന്നുണ്ടോ? ഐ തിങ്ക് നോ. നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഈ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ, ഒരിക്കലും നിങ്ങൾ റേറ്റ് കുറഞ്ഞ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ കുറേ നാൾ ആ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അഫോർഡബിൾ പ്രോഡക്ട്സുകൾ വാങ്ങുന്ന പ്രശ്നമില്ല, ബ്രാൻഡഡ് ആയിട്ടുള്ളതിൻ്റെ അഫോർഡബിൾ പ്രോഡക്ട്സുകൾ വാങ്ങിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് കാജൽ യൂസ് ആക്കുക. ഈ 2 ഭാഗത്ത് മാത്രം എഴുതും, പഴയ മോഡൽ. എന്നിട്ട് ഞാൻ ഐലൈനർ എഴുതും. ഓക്കെ, ഇത് ഇതെല്ലാം ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെനിക്ക് പറ്റില്ല, ഞാൻ പോയി എഴുതിയിട്ട് വരാം. കണ്ണ് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്, മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ട് വന്നിരിക്കാമല്ലോ എന്ന് വെച്ചു. ഓ ഇതല്ലല്ലോ, ഇനി ഒരു ലിപ്പ് ലൈനറാണ്. പിന്നെ ഞാൻ മുന്നേ യൂസ് ആയിക്കൊണ്ടിരുന്ന ഒരു സെക്കൻഡ്, മുന്നേ ഞാൻ യൂസ് ആയിക്കൊണ്ടിരുന്ന ഒരു മസ്കാര, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസ്കാര ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ലാക്മേഡ് ആയിരുന്നു. ഞാൻ ഇവിടെ കാണിച്ചേക്കാം. സോറി ഗൈസ്, സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് നമ്മളുടെ ആ ഐലാഷസുകൾ നന്നായിട്ട് ഫില്ല് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. പിന്നെ എൻ്റെ റീസൺ ആകെ, ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടൽ കുറവാണ്. ഇതാണ് ആകെ ഇടുന്നത്, ഈ ഒരു ലിപ് ഗ്ലോസ്.
അതാണ് ബെറ്റർ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് ബ്ലഷും കൂടി ഇടാം കേട്ടോ. സിമ്പിൾ സംഭവം എപ്പോഴും കാണിക്കുന്നുള്ള വലിയ പരിപാടി. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഈ ഒരു സെറ്റിംഗ് സ്പ്രേ നല്ല ഗ്ലേസിങ് ആണ് അതിന്. പിന്നെ ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം സൂപ്പറാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗ്ലോ തരും ഫേസിന്. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുന്നുണ്ടാവും. അതൊരു വെള്ളം വീണിരിക്കുന്നതിൻ്റെ ആ ഒരു ലൈറ്റും കൂടി അടിക്കുമ്പോൾ ഒരു വെട്ടമല്ല ഇത്. ജസ്റ്റ് നമുക്ക് വെള്ളം വീണ പോലെ തോന്നില്ല, ഒരു ഗ്ലോ തന്ന പോലെ കണ്ടോ. എനിവേസ് ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റാക്കാം. എൻ്റെ ഹെയർ നല്ല കേളി ടൈപ്പ് ഹെയർ ആയിരുന്നു കേട്ടോ. എനിക്ക് സ്ട്രൈറ്റ് ഹെയറാണ് ഇഷ്ടം. അപ്പോൾ കേളി ഹെയർ വന്നിട്ട് പിന്നെ നല്ല ഹെയർ ലോസും കൂടി വന്നപ്പോൾ എന്താ പറയുക, ഭയങ്കര തിന്നായിട്ട് കിടന്നിരുന്നു. അപ്പോൾ അത് ഈ കേളി ഹെയർ ഉള്ളവർക്ക് തിക്ക് ഹെയറും കൂടി അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി സ്ട്രൈറ്റനിങ് ചെയ്തു. അപ്പോൾ മുടി സീനായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി എന്താ പറയുക, വടി പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ ബോട്ടോക്സ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ടച്ച് കിട്ടിയിട്ടുണ്ട്. കെരാറ്റിൻ്റെ ഒന്നും ബെസ്റ്റ് ബോട്ടോക്സ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ബോട്ടോക്സ് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പം മച്ച് ബെറ്റർ ബോട്ടോക്സ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്കെപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലേ ഉള്ളൂ. യെസ് ഗൈസ്, എനിക്കിതേ അറിയുള്ളൂ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, ചെറിയൊരു ഗ്ലോ കണ്ടോ ഫേസിൽ. അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗായ്സ്, ഞാൻ എൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. ഇതിപ്പോൾ എത്രത്തോളം ഞാൻ മൈക്കൊന്നും യൂസ് ആക്കിയിട്ടില്ല. അപ്പോൾ എത്രത്തോളം നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഓക്കെ, അത് ഷോ യു. ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു പ്രിൻറ്റിങ് ഉണ്ട്. ഗൈസ് ബി റെഡി. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ട്രാൻസിഷൻ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കണം. മേ ബി, ഐ ഡോണ്ട് നോ. ഇതിലില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ബയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്തോ. അപ്പോൾ വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.